ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസിക്കുകയാണ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. ആ വാർത്തകളിലേക്ക് നമ്മൾ നേരെ കടക്കുകയാണ്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂരിൽ രാഷ്ട്രീയ വിവാദമായി പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ്സുകാരന്റെ മരണം. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് കോൺഗ്രസ്. മരിച്ച ജിത്തുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പരിക്കേറ്റ രണ്ടുപേരും അപകടനില തരണം ചെയ്തു. വിശദമായ അന്വേഷണത്തിന് KCBയും പോലീസും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. നിലമ്പൂരിലെ വോട്ടിനായി വികസനം ചർച്ചയാക്കാൻ ഇടതുപക്ഷം. മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിക്കും. മുഖ്യമന്ത്രി 13 മുതൽ 3 ദിവസം മണ്ഡലത്തിൽ. മലപ്പുറം ജില്ലയോട് എന്നും ഇടത് അവഗണനയെന്ന് കോൺഗ്രസ്. 16-ാം തീയതി പ്രിയങ്ക ഗാന്ധി എത്തും. ഇരുമുന്നണികളും വികസന വിരുദ്ധരെന്ന് BJP. ഇത് സമ്മതിക്കില്ല, ഇത് അനുവദിക്കില്ല എന്നൊക്കെ നിലപാടെടുത്താൽ അത് ദേശീയവാദിയുടെ കാലന്റെ പണിയാണ്. ആ കാലം പണി എടുക്കുന്ന ആരെയും ജനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല. കാലൻ പ്രയോഗം ആവർത്തിച്ച മന്ത്രി മുഹമ്മദ് റിയാസ്. മലപ്പുറം ജില്ലയ്ക്കെതിരെ നിലപാടെടുത്തവരാണ് കോൺഗ്രസുകാർ. രാജ്ഭവനെ സംഘപരിവാർ ആശയ പ്രചാരണ വേദിയാക്കാൻ അനുവദിക്കില്ലെന്നും റിയാസ്. പ്രതികരണം ന്യൂസ് 18നോട്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ടെന്ന വിലയിരുത്തലിൽ പോലീസ്. പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കണക്കുകൾ പരിശോധിക്കും. അഹാന കൃഷ്ണയോട് ജീവനക്കാർ തെറ്റേറ്റ് പറയുന്ന വീഡിയോ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു. നേമത്തെ 4 വയസ്സുകാരിയുടെ മരണത്തിൽ അസ്വാഭാവികത കണ്ടെത്താനായില്ലെന്ന് പോലീസ്. ജീവനെടുക്കാൻ കാരണം അമ്മ വഴക്കു പറഞ്ഞത്. കസേരയിൽ കയറി നിന്നാൽ ഫാനിൽ കുരുക്കിടാനുള്ള ഉയരം അഹല്യയ്ക്കുണ്ടായിരുന്നുവെന്നും പ്രാഥമിക നിഗമനം. ദുരൂഹത നീങ്ങാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തെങ്കിലും ഉണ്ണി മുകുന്ദനെതിരായ പരാതി പിൻവലിക്കില്ലെന്ന് മാനേജർ വിപിൻ ദാസ്. താരത്തിന്റെ വാദങ്ങൾ തള്ളി സിനിമാ സംഘടനകൾ. വിപിനെ മർദ്ദിച്ചെന്ന് സമ്മതിച്ചു ഉണ്ണി മുകുന്ദൻ. റീ റിലീസിംഗിലും ഹിറ്റായി മോഹൻലാൽ ചിത്രം ഛോട്ടാ മുംബൈ. ആദ്യ ദിനം തന്നെ 40 ലക്ഷം രൂപ കളക്ഷൻ. റീ റിലീസിംഗിലെ ഓപ്പണിംഗ് കളക്ഷനിൽ ദേവദൂതനെയും വല്യേട്ടനെയും പിന്തള്ളി ചിത്രം 3ാമത്. വിശദമായി നോക്കാം. മലപ്പുറം വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് 15-കാരൻ മരിച്ച സംഭവത്തിൽ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ്. വഴിക്കടവ് പോലീസാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തത്. 10ാം ക്ലാസ്സുകാരനായ ജിത്തുവാണ് മരിച്ചത്. ചികിത്സയിലുള്ള മറ്റ് 2 വിദ്യാർത്ഥികൾക്ക് ഷോക്കേറ്റിരുന്നു. അവർ ഒരു അപകടനില തരണം ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പന്നിക്കണി സ്ഥാപിച്ച ആളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചെന്നുള്ള സൂചനയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അപകടത്തിന് പിന്നാലെ നിലമ്പൂരിൽ 1 മണിക്കൂറിലേറെ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചു. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്നായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ആരോപണം. പ്രതിഷേധവുമായി BJPയും രംഗത്ത് വന്നു. ഇത് സർക്കാരിന്റെ മൗനാനുവാദത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതിലെന്താ സംശയമുള്ളത്? അപ്പോ അതാണ് സ്ഥിതി. അപ്പൊ അതിനെതിരെ ശക്തമായ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുള്ള നടപടികൾ ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇതാണ്. അതിൽ സംശയം എന്താ? ഇതിന്റെ ചർച്ചകളിൽ നിന്നൊക്കെ വഴിമാറ്റാൻ വേണ്ടി
ബോധപൂർവമായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെയായാലും ശരി, ഈ പ്രശ്നത്തിൽ ഈ 15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ഈ രൂപത്തിൽ കൊന്നൊടുക്കാൻ കൂട്ടുനിന്ന ഈ പറയുന്ന സർക്കാരിനെതിരെ, അതിനുവേണ്ടി മൗനാനുവാദം കൊടുത്ത KCB ഡിപ്പാർട്ട്മെന്റിനെതിരെ കൃത്യമായ നടപടികളും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് UDF മുന്നോട്ട് പോകും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതിനൊരു പരിഹാരമുണ്ടായേ പറ്റൂ. 1ഉം 2ഉം വീഴ്ചയല്ലല്ലോ നിലമ്പൂരിൽ ഉണ്ടാവുന്നത്. ദിവസവും കാട്ടാൻ ആക്രമണം നടക്കുക. 2 പേരെ ഈ 3 മാസം മുൻപാണ് 2 പേരെ, ഒരാഴ്ചക്കുള്ളിൽ 2 പേരെ കൊന്നൊടുക്കിയത്. ദിവസവും പുലി വരുന്നു, കടുവ വരുന്നു. ഇവിടെ ജനങ്ങൾക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥാവിശേഷം. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ വിട്ടുവരുന്നതുവരെ ആദിയായി വീട്ടിൽ കഴിയേണ്ടി വരുന്ന മാതാപിതാക്കൾ, ഭർത്താവ് രാവിലെ ടാപ്പിങ്ങിന് പോയാൽ ടാപ്പിംഗ് കഴിഞ്ഞ് വരുന്നതുവരെ ആദിയോടെ നിൽക്കുന്ന ഭാര്യയും മക്കളും. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ഈ നാടിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളൊന്നാണ്, ഒരു സംശയമില്ല. ഇവിടെ മനുഷ്യന് കൊടുക്കുന്ന, വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും മനുഷ്യജീവനില്ല എന്നുള്ളത് ഈ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 8 പേരാണ് ഇവിടെ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചത്. അതിനെ പ്രതിരോധിക്കുവാനായി കർഷകർ പ്രതിരോധം തീർക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള വലിയ അപകടത്തിൽ കലാശിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പന്നിക്ക് വേണ്ടി വെച്ച ഒരു കുരുക്കാണ്. പക്ഷേ എന്തിനു വേണ്ടി കർഷകർ ഇത് ചെയ്യുന്നു? കർഷകരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ കർഷകർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഈ നാട് നേരിടുന്ന, ഞാൻ ഈ നിലമ്പൂരിൽ വന്ന് ഈ ദിവസത്തിനിടയിൽ എല്ലാ മേഖലയിലും ഏറെക്കുറെ 5 പഞ്ചായത്തുകൾ ഈ വലിയ വന്യമൃഗശല്യത്തിന്റെ പ്രശ്നത്തിലാണ്. ഇതിനാരും പരിഹാരം കാണാൻ ഇവിടെയില്ല. ഫോറസ്റ്റിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണല്ലോ ഈ വന്യമൃഗശല്യം. ഇതിനെ പ്രതിരോധിക്കാൻ ജനങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ ആരെങ്കിലും കൊല്ലണമെന്ന് വെച്ചോണ്ട് ഒരു കർഷകൻ ആ കറണ്ട് വെക്കുവോ? നാളെ സംഭവിക്കാൻ പോകുന്ന എങ്ങനെയാ? ഈ കറണ്ട് വെച്ച കർഷകൻ കൊലപാതക കേസിൽ പ്രതിയാകുകയാണ്. എന്ത് ഉദ്ദേശത്തിലാണ്? അയാളുടെ ഇന്റൻഷൻ എന്താണ്? അയാളെ കൃഷി സംരക്ഷിക്കാൻ ചെയ്താകാം, പക്ഷേ അവിടെ ഒരു കുട്ടി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ കുഴപ്പം എവിടെയാണ് നിൽക്കുന്നത്? എന്തുകൊണ്ട് ആ കർഷകൻ അത് ചെയ്തു? ശരിയാണ്, അയാൾ ചെയ്തതിനെ ന്യായീകരിക്കല്ല. അയാൾ ചെയ്തതിന്റെ ഒരു കുട്ടിയുടെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എന്തുകൊണ്ട് ആ കർഷകൻ ചെയ്യേണ്ട വന്നു? അത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരവരുടെ ജോലി ചെയ്യാത്തതിന്റെ കേന്ദ്ര നിയമമാണ് ഇതിനൊക്കെ തടസ്സമെന്നാണ് സംസ്ഥാന സർക്കാർ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഏത് നിയമമാണ്? നിങ്ങൾ ആ ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ 11(1)A എന്നിടത്തൊന്ന് വായിച്ചു നോക്കണം. ഹണ്ടിങ്ങിന് പെർമിഷൻ ഉണ്ട്, മനുഷ്യജീവന് ഒന്നും വേണ്ട. സെക്ഷൻ 2, അതായത് മനുഷ്യജീവന് അല്ലെങ്കിൽ സ്വത്തിന് ആപത്കരമായ സാഹചര്യത്തിൽ വേട്ടയാടാൻ നിയമമുണ്ട് ആക്ടിൽ. അത് പിണറായിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 1960കളിലും 2021 തമ്മിലുള്ള വ്യത്യാസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആറ്റിറ്റ്യൂഡേ ഉള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളുള്ള കാലത്ത്, ഇതിനേക്കാൾ കൂടുതൽ വനമുള്ള കാലത്ത് ഇവിടെ വന്ന് കുടിയേറിയാലാണ് ഈ കുടിയേറ്റ കർഷകർ. അന്ന് ഈ പ്രശ്നമില്ല. അപകട മരണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും BJPയും നടത്തുന്നതെന്നാണ് CPM ആരോപിക്കുന്നത്. ആ വിമർശനവുമായി CPM രംഗത്ത് വന്നു കഴിഞ്ഞു. അപകടത്തിൽപ്പെട്ട 3 കുട്ടികളാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. 2 കുട്ടികൾ ജില്ലാ ആശുപത്രിയിലും 1 കുട്ടി പാലാട് സ്വകാര്യ ആശുപത്രിയിലുമാണ്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടി അങ്ങനെ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രവേശിപ്പിക്കപ്പെട്ട 2 കുട്ടികളിൽ ഒരാളാണ് മരണപ്പെട്ടത്. ജിത്തു എന്നാണ് ആ കുട്ടിയുടെ പേര്. മറ്റൊരു കുട്ടി അപകടനില തരണം ചെയ്തു, ഇപ്പോൾ സാധാരണ നിലയിലായിട്ടുണ്ട്. ഷാനു എന്നാണ് ആ കുട്ടിയുടെ പേര്. ഞാൻ ആ കുട്ടിയുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഫുട്ബോൾ കളി കഴിഞ്ഞ് അവരെല്ലാവരും കൂടി മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. മീൻ പിടിക്കുന്നതിനിടയിൽ ആ തോടിൻ്റെ കരയിലുള്ള അവിടെ കുറച്ച് പുല്ലോ മറ്റോ വളർന്നിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അത് ഇവർ കണ്ടില്ല. അബദ്ധത്തിൽ അതിൽ തട്ടി, അതിൽ നിന്ന് ഇലക്ട്രിക് ഷോക്ക് ഏറ്റു എന്നാണ് പറയുന്നത്. വൈദ്യുതി ലൈൻ പൊട്ടി വീണതാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഷാനുവിനോട് ചോദിച്ചു. അപ്പോൾ വൈദ്യുതി ലൈൻ പൊട്ടി വീണതല്ല എന്ന് കുട്ടി പറയുന്നുണ്ട്. പന്നിക്ക് വെച്ച കെണിയാണോ എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി CV അനുമോദും ഒപ്പം VV അരുണും ചേരുന്നു മലപ്പുറത്ത് നിന്നും. ആദ്യം അരുണിലേക്കാണ്. അരുൺ, ഏറെ ദാരുണമായ ഒരു സംഭവം, നടക്കാൻ പാടില്ലാത്തതെന്ന് തന്നെ പറയാം. അത്ര വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് മലപ്പുറത്ത്. എന്തായാലും നമുക്ക് ആദ്യം അറിയേണ്ടത്, 2 കുഞ്ഞുങ്ങൾ അവർ ആശുപത്രിയിലാണ്. അവരുടെ ആരോഗ്യനില അത് എത്രമാത്രം മെച്ചപ്പെട്ടു? അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ എന്താണ് അരുൺ?
രണ്ടുപേർ ആശുപത്രിയിലുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ചികിത്സയിലുള്ളത്. മറ്റൊരാൾ ഷാനു ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഷാനുവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. 8 മണിയോടുകൂടി ഷാനുവിനെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റു കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോഴും അത്ര ആശ്വസിക്കാവുന്ന നിലയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മരിച്ച കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ ഫോറൻസിക് സർജന്മാർ ഇല്ലാത്തതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം സാധ്യമാകാത്തത് കൊണ്ട് അവിടേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിൻ്റെ വലിയ വൈകാരിക വിഷയമായി ഇന്നലെ രാത്രി മുതൽ ഇത് ഉയർന്നു നിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. നിലമ്പൂർ നേരത്തെ തന്നെ ഈ വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി ഇത് മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ പോലീസിൻ്റെ എഫ്ഐആറും പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. മനഃപൂർവ്വ നരഹത്യാ കുറ്റത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. അപകടം ഫെൻസിങ്ങിന് കറണ്ട് എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്ന് പോലീസിൻ്റെ ഈ എഫ്ഐആർ വഴിക്കടവ് പോലീസിൻ്റെ എഫ്ഐആർ വ്യക്തമാക്കുന്നു. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. ജിത്തു അപകടത്തിൽപ്പെട്ടത് കാൽ വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് അതായത് ഒരു അപകടം ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. സ്വാഭാവികമായും വന്യജീവികൾക്ക് വേണ്ടി വെച്ച കെണിയാണ്, പന്നിക്ക് വേണ്ടി വെച്ച കെണിയാണ്, വൈദ്യുതി കെണിയാണ്. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോഴും അതുവഴി ആളുകൾ പോകുന്ന പ്രദേശം കൂടിയാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അവിടെ അത്തരത്തിൽ കെണി വയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു. അതിനാണ് കേസെടുത്തിട്ടുള്ളത്. ഉടമയുടെ പേരിൽ കേസെടുത്തില്ല. ആരാണ് ഈ കെണി വെച്ചത്, ആരുടെ സ്ഥലമാണെന്നൊക്കെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ആളുടെ പേരിൽ കേസെടുത്തിട്ടില്ല. 2 വിഷയമുണ്ട്. ഒന്ന്, ഈ കർഷകരുടെ വലിയ ആശങ്കകളുണ്ട്, അവരുടെ പ്രശ്നങ്ങളുണ്ട്. അവർ സ്വാഭാവികമായും അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പന്നികൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കയറാതിരിക്കാനാണ് ഇത്തരത്തിൽ കെണികൾ ഒരുക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെട്ടത് ഒരു 15 വയസ്സുകാരൻ്റെ ജീവനാണ്. അതും അതേ തലത്തിൽ വൈകാരിക വിഷയമാണ്. കർഷകരുടെ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതും അതേ രീതിയിലുള്ള വൈകാരിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് എടുത്തിയാടി നടപടിയിലേക്ക് പോകുമെന്ന് കരുതാൻ വയ്യ. ഏതായാലും വലിയ രാഷ്ട്രീയ വിഷയമായി വിവാദമായി ഇത് വളർന്നു കഴിഞ്ഞു. ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിക്കൂറിലെ 1.5 മണിക്കൂറിലോളം UDF പ്രവർത്തകർ റോഡ് ഉപരോധവും പോലീസ് സ്റ്റേഷൻ മാർച്ചുമൊക്കെയായി സജീവമായിരുന്നു. അതിനുശേഷം BJP പ്രവർത്തകരും സമരരംഗത്തേക്ക് എത്തിയിരുന്നു. CPM-ൻ്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജും പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനുമൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു. കുടുംബത്തെ കാണാൻ, ഈ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കാണാനും ആശ്വസിപ്പിക്കാനും ഒക്കെ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെയും BJP-യുടെയും വിമർശനം മുഴുവൻ സർക്കാരിനെതിരാണ്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം, ഇതൊരു അപകടമായല്ല പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കാണുന്നത്. ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് തന്നെയാണ് അവർ ആരോപിക്കുന്നത്. കാരണം തീർച്ചയായും അത്തരത്തിലുള്ള ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ഇന്നും വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അരുൺ, അറിയേണ്ട ഒരു കാര്യം പ്രധാനമായും ഈ കുഞ്ഞുങ്ങൾ, ഈ 2 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 2 പേരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 പേരിൽ നിന്നും മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. അത്തരത്തിൽ പോലീസ് അതിനുള്ള സാധ്യതകൾ തേടുന്നുണ്ടോ? മൊഴിയെടുക്കാനുള്ള ആരോഗ്യനിലയിലേക്ക് ആ കുട്ടികൾ എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ നിലമ്പൂർ ആശുപത്രിയിലുള്ള ഷാനുവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഷാനുവിൻ്റെ മൊഴി പോലീസ് ഇതിനകം രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഷാനു കൃത്യമായി പറയുന്നുണ്ട്, ഈ ജിത്തു വീണത് ഈ കമ്പിയിൽ തട്ടി തന്നെ വീഴുകയായിരുന്നു. അത് പന്നിക്കെണിയാണോ ഏത് തരത്തിലാണോ അവിടെ വൈദ്യുതി വന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് കുട്ടിയുടെ മൊഴി. ഏതായാലും കൂടുതൽ വിശദമായ മൊഴി തന്നെ 2 കുട്ടികളിൽ നിന്നും പോലീസ് സ്വീകരിക്കും. അവിടെ ഈ സ്ഥലം സന്ദർശിച്ചുള്ള അന്വേഷണവും ഉണ്ടാകും. രാത്രി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെയും സമാനമായ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രതിഷേധങ്ങൾക്കപ്പുറം ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയായി മാറുമെന്ന് ഉറപ്പാണ്. ജനങ്ങൾക്ക് പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത നാടായി നിലമ്പൂർ മാറുന്നു എന്നാണ് ജനങ്ങളുടെ പരാതി, ആരോപണം, പ്രതിപക്ഷത്തിൻ്റെ BJP-യുടെയും ഒക്കെ ആരോപണവും. ഏതായാലും ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളാണ്, കേന്ദ്ര വന നിയമമാണ് ഈ പ്രതിസന്ധി കാരണമെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ ആരെ പഴിചാരിയായാലും പരസ്പരം കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ മുന്നണികൾ പഴിചാരുമ്പോഴും ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതൊരു വസ്തുതയാണ്. അത്
ഏറ്റവും സങ്കടകരമായ കാര്യം 15 വയസ്സ് മാത്രമുള്ള ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ ജീവനാണ് ഇതിനെ ഇപ്പോൾ തീർച്ചയായും അനു, ഞാൻ അനുമോദിലേക്ക് വരാം. എന്നതാണ് ഇപ്പോൾ CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, അപകടം നടന്ന സ്ഥലത്താണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുമോദ്, ഏറെ വേദനിപ്പിക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഏറ്റവും പ്രധാനമായി നേരത്തെ ഷോൺ ജോർജിൻ്റെ ഒക്കെ ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് 5-ലധികം പഞ്ചായത്തുകൾ അവിടെ വന്യമൃഗ ഭീഷണി നേരിടുന്ന സ്ഥലമാണെന്ന്. ആ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിരിക്കാം ഒരു പക്ഷേ ഈ പന്നിക്കണികളൊക്കെ വെച്ചത്. പക്ഷെ അവിടെയും നഷ്ടപ്പെട്ടത് ഒരു 15 വയസ്സുകാരൻ്റെ ജീവനാണെന്ന് ഓർക്കുമ്പോൾ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്? ഭവ്യ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം ഉണ്ടായ തോടിൻ്റെ കരയിലാണ്. ഇവിടുന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ പോലീസിൻ്റെ അതിർത്തി നിയന്ത്രണ രേഖ അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ തോടിൻ്റെ അവിടേക്ക് നോക്കിയാൽ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒരു കമ്പി പോകുന്നത് കാണാം. ഈ കമ്പിയിൽ തട്ടിയാണ് അവർ ഷോക്കേറ്റ് വീണത്. ഇവരിവിടെ വന്ന് ഈ തോട്ടിൽ നിന്നാണ് ഇവർ മീൻ പിടിക്കാൻ ശ്രമിച്ചിരുന്നത്. ആദ്യം തന്നെ അനന്തു എന്ന ജിത്തു ഷോക്കേറ്റ് വീഴുകയും തുടർന്ന് ഇവരെ രക്ഷിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർക്കും ഷോക്ക് ഏൽക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒന്നിന് പിന്നാലെ മറ്റുള്ളവർക്ക് ഷോക്കേറ്റ് വീണു. ഇവിടെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തായിട്ട് കാണാൻ കഴിയും ഒരു കവുങ്ങും തോട്ടമാണ്. ഇതെല്ലാം നിൽക്കുന്നത് ഒരു കവുങ്ങും തോട്ടമാണ്. അവിടേക്ക് പക്ഷേ ഈ ഫെൻസിങ് ഇതൊരു പന്നി കയറാതിരിക്കാൻ വെച്ച ഫെൻസിങ് അല്ല, മറിച്ച് പന്നിയെ പിടിക്കാൻ വെച്ച ഫെൻസിങ് ആയിട്ട് വേണം നമുക്ക് കാണാം. കാരണം അതിൻ്റെ ആ കമ്പി കിടക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാം. സാധാരണ പന്നിയെ പിടിക്കാൻ അല്ലെങ്കിൽ പന്നി കയറാതിരിക്കാനുള്ള ഫെൻസിങ് ആണെങ്കിൽ കൃഷിയിടത്തിന് ചുറ്റും അത്തരത്തിൽ വയ്ക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലല്ല, ഇവിടെ പന്നിയെ പിടിക്കാൻ തന്നെയുള്ള ഒരു ഫെൻസിങ് ആയിട്ട് തന്നെ വേണം ഇതിനെ കാണുവാൻ. അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ മേഖലയിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ പ്രദേശവാസികളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. വലിയ തോതിൽ ആളുകളൊക്കെ ഇവിടേക്ക് എത്തി വരുന്ന ഇവിടെ പ്രദേശവാസികളോട് സംസാരിക്കാൻ ഡയറക്റ്റ് കറണ്ടാണ് വരുന്നത്, ഇൻവേർട്ടർ അല്ല. ആ സമയത്താണ് പ്രശ്നമായത്. അതായത് ഇപ്പൊ 5 പേരാണ് ഒരുമിച്ച് വീണിച്ചാൽ 5 പേരും ഇവിടെ പിറ്റേ ദിവസം വരെ ഇവിടെ കിടക്കും. അവരെന്നെ മരിക്കും, എല്ലാരും മരിക്കും. ആദ്യം എന്റെ വീട്ടിൽ വന്നിട്ട് അവൻ പറഞ്ഞാണ്, എന്റെ കൂട്ടുകാരനാണ് മനീഷ് പറഞ്ഞത്, ഈ ഇവര് ഏറ്റവും വലിയ ആള്, അവനാണ് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞത്. 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ 3 പേർക്കാണ് ഷോക്ക് അടിച്ചത്. അതിൽ 2 പേര്, ഒരാള് ഇവിടെയും ഒരാള് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. അത് ഓപ്പോസിറ്റ് വരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു കരിമ്പിന്റെ കൂട്ടൊക്കെ ഇതിലെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കോരിയിരുന്നു, ഇവിടെ പിടിക്കുന്നു മീന്. ഇവിടെ ഇറങ്ങിയ പാട് ആ പൊന്തേന്റെ സൈഡിൽ നിന്ന് കറണ്ട് അടിച്ച് വീഴാണ് 3 പേര്. അപ്പൊ ഈ സൈഡിൽ നിന്ന് കറണ്ട് പന്നീനെ പിടിക്കാൻ നിങ്ങൾക്ക് ചേട്ടാ കണ്ടറിയില്ല. ചേട്ടാ നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് കണ്ടറിയില്ലേ പന്നീനെ പിടിക്കാൻ വെച്ചാണെന്നുള്ളത്? അല്ല, പന്നീനെ ഇവിടെ ആരും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പന്നീനെ പിടിക്കാനായിട്ട് വെച്ചതാ. അല്ല, ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ആളുകൾ ഉള്ള പ്രദേശമാണല്ലോ. അപ്പൊ ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത്രയും നാള്? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നല്ല, ഇതിന് മുന്നേ ഇതിനെ ഇവിടെ പറ്റി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. AO-ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ്. ഞങ്ങൾ കംപ്ലൈന്റ് ഇപ്പോഴും അതേമാതിരി ഒന്നും ചെയ്തിട്ടില്ല. KCB-ക്കാർ വന്ന് മാറ്റിയപ്പോൾ ഞങ്ങളൊക്കെ ഇന്നലെ മുതൽ കറണ്ട് ഇല്ലാതെ നിൽക്കുകയാണ്. 95% അവർ കേബിളാക്കി, ഒരു 5% പോലും കേബിളാക്കിയില്ല. അവരിപ്പോ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല പറയുന്നത്. പോലീസുകാർ സൂചന ഇട്ട് അവർ അറസ്റ്റ് ചെയ്തെന്നല്ല പറഞ്ഞു. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. 2 പേരെ 95% ഇതിപ്പോ അവരോട് കംപ്ലൈന്റ് കൊടുത്താണ്. ഇതിവിടെ കേബിളാക്കുന്ന KCB-യിൽ പോയി 7 മാസം 2 മാസം മുന്നേ, ഒരു 7 മാസം മുന്നേ പറയാം. ബാക്കിയുള്ള ഒരു 5, ഇവിടുന്ന് ഇപ്പൊ മാക്സിമം 5% ഉള്ള കേബിളാക്കാനുള്ളൂ. 5% പറയുമ്പോൾ ഒരു 2-3% കേബിളാക്കാനുള്ളൂ. കാട്ടുപന്നിയെ തടയാൻ വേണ്ടി ഫെൻസിംഗ് എവിടെയും വെച്ചിട്ടില്ല. ആണ്ട് ഫോറസ്റ്റിൽ ഇവിടെ ആ റോഡിന് നേരെ മേപ്പെട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും വെച്ചിട്ടില്ല. കാട്ടുപന്നിക്ക് നിൽക്കൂല, ആനക്ക് വേണ്ടി വെച്ചതാണ്. കാട്ടുപന്നി എനിക്ക് ഇവിടെ പിടിക്കാൻ വേണ്ടി പന്നിയെ പിടിക്കാൻ വേണ്ടി ചെയ്ത ഇത്ര മുന്നേ ഇപ്പൊ ഒരു 6 മാസം മുന്നേ ഇവിടെ നേരെ പോയിന്റ് അക്കരെ ഒരു മരണം നടന്നിട്ടുണ്ട്. അത് പിന്നെ സ്വകാര്യ വ്യക്തിന്റെ വീട്ടിൽ തന്നെ കറണ്ട് വലിച്ചിട്ട് അവർ ഇതിട്ടാണ് പ്രശ്നം. ഇതേമാർക്കുള്ള നടാടെയാണ് ഒന്ന് ഇത് കാണുന്നത്. ഇതിപ്പോ KCB-നാണ്. KCB-ക്കാരാണ് ഈ ഒരു 5% പോലെ കുറഞ്ഞ സ്ഥലമുള്ള അതും കൂടി കേബിളാക്കിക്കാൻ മരണോട് സംഭവിക്കില്ലായിരുന്നു. അതാണ് ഇവിടുത്തെ
ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് ഇത് കൃഷിക്ക് ദോഷമുണ്ടാക്കുന്ന പന്നികളെ തടയാൻ വേണ്ടി വെച്ചതല്ല, മറിച്ച് പന്നിയെ പിടികൂടാൻ വേണ്ടി തന്നെ സ്ഥാപിച്ച ഒരു കെണിയാണ്, അല്ലെങ്കിൽ വൈദ്യുതി കെണിയാണ് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. മറ്റുള്ള ആരോപണങ്ങളല്ല, ഇത് കൃത്യമായിട്ട് പന്നിയെ പിടികൂടാൻ വെച്ച് സ്ഥാപിച്ച ഒരു വൈദ്യുതി കെണിയിൽ തട്ടി ഈ കുട്ടികൾ അതാണ് അനുമോദ്, അത് കൃത്യമായി ആ നാട്ടുകാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, KCBയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചുവെന്ന്. അക്കാര്യത്തിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ KCBയുടെ ഭാഗത്തു നിന്ന്? KCB അധികൃതർ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഇവിടെ ഞാൻ കാര്യം പറഞ്ഞ ഇപ്പൊ നമ്മളെ രാത്രി കാര്യങ്ങളിൽ നമ്മള് ഒരു സംഭവം ഒരു വീട്ടില് സംഭവം സംഭവിച്ചു, നമുക്ക് എത്തിപ്പെടാൻ വരെ ബുദ്ധിമുട്ടാണ്, പാടാണ്, പേടിയാണ്. അതെ, എങ്ങനെ പോയി, ഇതിലെ പോയി, എല്ലായിടത്തും കൂടിയും കാടാ, എങ്ങനെ പോയി ഈ നിങ്ങൾ ഈ ഇതിന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചുറ്റും നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഒരു ഏകദേശം 2 കിലോമീറ്ററോളം കമ്പി ചുറ്റിയിട്ടിക്കുക. ഇപ്പൊ വന്ന ഞങ്ങൾക്ക് കാട്ടിത്തരാം, നിങ്ങൾ ഇന്റെ ഒപ്പം വരണം. പക്ഷെ ഈ സംഭവങ്ങളൊന്നും ഇനി നടക്കരുത്. അത് നിങ്ങള് വീണ്ടും അതൊന്നും നമ്മള് പറയില്ല. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റാം? KCB പറയോ? അത് നമ്മള് തെറ്റായ ധാരണ. അത് നമ്മളൊരാൾക്ക് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളുള്ള കാര്യം നമ്മൾ പറയണം. ഒരു 5% കൂടി ഉണ്ടാവും പറയാൻ പറ്റൂല. മാക്സിമം ഇപ്പൊ കേബിൾ ആക്കാന്നുണ്ടെങ്കിൽ ഒരു 500 മീറ്റർ പോലെ ഒരു 5 സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത് കേബിൾ ആക്കാനുള്ളത്. ഞാൻ അപകടം ഉണ്ടായിട്ട് ആദ്യം വന്ന ആളാണ്. ഈ 4 മണി വരെ പുലർച്ചെ 4 മണി വരെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണ് ഇപ്പൊ വന്നതാണ്. ഞാൻ വന്നപ്പോ കണ്ടല്ല, എന്റെ വീട്ടിൽ വന്ന് വിളിച്ചതാണ് അവര്. എന്റെ വീട്ടിൽ വന്ന് ഇതിന്റെ മുകളിൽ എന്റെ വീടാ, ആ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചതാണ്. എന്റെ കൂട്ടുകാരൻ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരും 3 ആള് വീണിട്ടുണ്ട്. ചെക്കന്മാരെല്ലാരും വെള്ളത്തിൽ കിടക്കാണ്, പെട്ടെന്ന് എത്തണം പറഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോ ഇവരെല്ലാരും വെള്ളത്തിൽ കിടക്കുക. ആ കോല് ഉപയോഗിച്ചിട്ടാണ് ഞാനും എന്റെ അച്ഛനും എന്റെ ചേട്ടനും പാടെ പൊന്തിച്ച് അവനെ ഒരാളെ വലിച്ചിട്ട് അവനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയ ഗ്യാപ്പില് എന്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞപ്പോ അവൻ ലൈൻ ഓഫ് ആക്കി, ബാക്കിയുള്ളവരെടുത്ത് ബാക്കിയുള്ളവർ വന്നു. അപ്പൊ ഒരാൾ മൂക്ക് കുത്തിയാ വീണിരുന്നത്. അതായത് ഈ കറണ്ട് അടിക്കുമ്പോൾ തന്നെ മൂക്ക് കുത്തിയാ വീണിരുന്നത്. അപ്പൊ വെള്ളം കയറി അങ്ങനെ ഒരാൾ പാലാട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളെ ഏറ്റവും നല്ലൊരു കുടപ്പുറപ്പ് മരിയായിരുന്നു. എൻ്റെ വീട്ടിലെ എല്ലാ പരിപാടിക്കും വരുന്നത് ഞങ്ങളെ ഏറ്റവും നല്ല അയൽവാസികളാണ്. ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അയൽവക്കം ഉണ്ടെങ്കിൽ ഓരാണ്. അപ്പോൾ അത് ഭയങ്കരമായൊരു നഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ ഇനി ആവർത്തിക്കുക, ഇനിയൊരു ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഇവിടെ എല്ലാത്തിനും നിയമമുണ്ട്, പക്ഷെ മനുഷ്യന്മാർക്ക് ഇവിടെ വിലല്ല. മനുഷ്യന്മാർക്ക് ആർക്കും ഇവിടെ വിലല്ല. കാട്ടുപന്നി ആക്രമണം ഉണ്ട്, പിന്നെ അതേമാതിരി നരിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ആന ഇറങ്ങുന്നുണ്ട്, ഇവിടെ മുകളിൽ പോയ ആന ഇറങ്ങുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഈ കേസൊക്കെ അൻവർ എന്ന് പറഞ്ഞ MLA ഒരുപാട് വട്ടം ഉന്നയിച്ചതാണ്. ഈ ഭാഗത്തെ കേസ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വട്ടം അൻവർ എന്ന് പറഞ്ഞ MLA ഒരുപാട് വട്ടം ഇത് സർക്കാരിനോട് പറഞ്ഞിട്ടുള്ള കേസാണ്. ഈ ബെൻസിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ കേസ്. പക്ഷെ ഇതാരും മെയിൻറ്റെയിൻ വെച്ചിട്ടില്ല. എല്ലാവരും അയാളെ കുറ്റപ്പെടുത്താൻ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ അയാളെ കുറ്റപ്പെടുത്തില്ല. നമുക്ക് ഒരുപാട് ഇവിടെ നല്ല വികസനങ്ങൾ കൊണ്ടുവന്ന് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല. ഭവ്യ, അതാണ് പ്രദേശവാസികൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇതിൽ ഭവ്യ ചോദിച്ചൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ KCBയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഇത് അനധികൃതമായിട്ട് വൈദ്യുതി കടത്തുന്നതാണ്, വൈദ്യുതി മോഷ്ടിച്ചാണ് ഇത്തരത്തിലൊരു കെണി സ്ഥാപിച്ചിട്ടുള്ളതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഒരു തോട്ടത്തിന്റെ ചുറ്റും എവിടെയും കമ്പികളില്ല. ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഇത്തരത്തിൽ കമ്പി സ്ഥാപിച്ചത്. അതൊരു കെണി തന്നെയാണ്. അല്ലാതെ ഇത് കർഷകർ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന ഫെൻസിംഗ് അല്ല, മറിച്ച് പന്നിയെ പിടികൂടാൻ വേണ്ടി. അതെ അനുമോദ്, അപ്പോഴാണ് അവിടെ ഈ നായാട്ടു സംഘങ്ങൾ കൂടുതലാണ് ആ പ്രദേശത്ത് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അത് എത്രമാത്രം ശരിയാണ്? പ്രധാനമായും ഈ വന്യമൃഗങ്ങളെ വേട്ടയാടി ഇറച്ചി വിൽക്കുന്ന സംഘങ്ങൾ പ്രദേശത്ത് വ്യാപകമെന്നുള്ളൊരു ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നു മനസ്സിലാക്കുന്നു. അത് ശരിയാണോ? അവരെന്താണ് പറയുന്നത്? തീർച്ചയായും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ചേട്ടാ ഇവിടുത്തുകാരനല്ലേ? ചേട്ടാ ഇവിടുത്തുകാരനല്ലേ? അതായത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇതൊരു വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. നമുക്ക് ഇതിന്റെ മുകളിൽ ഭാഗത്ത് ചുരമാണുള്ളത്, അതിന്റെ ഭാഗത്ത് ആനത്താരകളുള്ള വഴികളാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇതുവഴി വന്യമൃഗങ്ങൾ ഏറ്റവും അധികം കടന്നു പോകുന്നൊരു മേഖലയുണ്ട്. പന്നികളാണ് ഏറ്റവും അധികം ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന പന്നികളെ ഷോക്ക് അടിപ്പിച്ച് കൊന്ന് ഇറച്ചിയാക്കി വിൽക്കുന്ന അത്തരത്തിലുള്ള സംഘങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട് എന്ന തരത്തിലാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ആളുകളോട്
ആളുകൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആരാണിത് സ്ഥാപിച്ചത് എന്ന കാര്യത്തിൽ ഈ ഒരു സ്ഥല ഉടമയ്ക്ക് ഇതുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് പോലീസിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഇത് അനധികൃതമായി സ്ഥാപിച്ച ഒരു നായാട്ട് സംഘത്തിന്റെ അനധികൃതമായി സ്ഥാപിച്ച ഒരു നടപടിയായിട്ടാണ് പോലീസിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പിടികൂടിയിട്ടുണ്ട് എന്ന തരത്തിൽ സൂചനയുണ്ട്. പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ നടപടികൾ പൂർത്തീകരിക്കുന്നു, പുരോഗമിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു വിവരം. എന്തുതന്നെയാണെങ്കിലും ഇത് കർഷകർ അവരുടെ കൃഷി സംരക്ഷിക്കാൻ സ്ഥാപിച്ച ഈ സൗരോർജ്ജ വേലിയിൽ നിന്നോ ഇലക്ട്രിക് വൈദ്യുതി വേലിയിൽ നിന്നോ അല്ല ഈ കുട്ടികൾക്ക് ഷോക്കേറ്റിട്ടുള്ളത്. മറിച്ച് നായാട്ട് സംഘം അല്ലെങ്കിൽ പന്നിയെ ഷോക്ക് വെച്ച് വൈദ്യുതി ഷോക്കടിപ്പിച്ച് പിടികൂടി കൊന്ന് കച്ചവടം ചെയ്യുന്ന സംഘം നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട്, അവരുടെ നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ നാട്ടുകാരോട് പോയി സംസാരിക്കുമ്പോഴും ഈ സാഹചര്യങ്ങൾ കാണുമ്പോഴും മനസ്സിലാക്കാനാവുന്നത്. ഭവ്യ, അതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പ്രദേശത്ത് വലിയ തരത്തിൽ നായാട്ടു സംഘങ്ങളുണ്ട് എന്നുള്ള ആരോപണമടക്കം ഉന്നയിച്ചു കഴിഞ്ഞു. KSEBക്കെതിരെയും വിമർശനം വരുന്നുണ്ട്. വലിയ പ്രതിഷേധം ആ പ്രദേശത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന പാതയിലടക്കം ഇന്നലെ രാത്രി വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. UDF അടക്കം BJP അടക്കമുള്ളവരുടെ പ്രതിഷേധമുണ്ട്. ഇന്നും അത്തരത്തിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. 2 കുട്ടികൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. ഒരു കുട്ടി ഉടൻ തന്നെ 8 മണിയോടുകൂടി ആശുപത്രി വിടും എന്നുള്ള വിവരം ലഭിക്കുന്നു. ആ കുഞ്ഞ് ആശുപത്രിയിൽ വിട്ടാൽ മാത്രമേ അവിടെ എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ള വിവരം പോലീസിന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇന്നലെ നടന്ന വലിയ പ്രതിഷേധത്തിൻ്റെ UDFന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സർക്കാർ സ്പോൺസേഡ് മരണം എന്ന് തന്നെയാണ് ഇന്നലെ ആര്യാടൻ ചൗക്കത്ത് അടക്കമുള്ള UDF നേതാക്കൾ സ്ഥാനാർത്ഥി അടക്കം പറഞ്ഞത്. അത്തരത്തിലാണ് വലിയ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. 15കാരൻ മരിച്ചിരിക്കുന്നു. പന്നിക്കണിയിൽ ഷോക്കേറ്റാണ് ഈ മരണമുണ്ടായത്. നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ICB അനുമോദ് തുടരുന്നു. അനുമോദിലേക്ക് തന്നെ പോവുകയാണ്. അനുമോദ്, ഈ നാട്ടുകാർ ഇപ്പോൾ നടന്നു നീങ്ങുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? ഈ സ്ഥലത്ത് ഇതിനു മുൻപും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രദേശത്ത് വലിയ തരത്തിൽ വന്യമൃഗ ഭീഷണി ഉള്ള സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഭവ്യ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് വൈദ്യുതി ചോർത്തി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ചോർത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. ഇവിടേക്കെല്ലാം കേബിളാണ് കേട്ടോ. ഇവിടെ എല്ലാം കേബിളായിട്ടാണ് ഈ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. കേബിളിലൂടെയാണ്. ഇതിനപ്പുറത്ത് കുറച്ച് ദൂരം മാത്രമാണ് ഈ വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതി കമ്പി വഴി കടന്നു പോകുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുക. ഈ ഭാഗത്ത് ഇവിടെ നിന്നാണ് ഈ ഇത്തരത്തിൽ ഇത് ലൈൻ ചോർത്തിയിട്ടുള്ളത് എന്ന് വേണം കരുതാം. നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ ഇതവിടെ കാണാൻ സാധിക്കും. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാ ഇവിടെ നിന്നാണ് വൈദ്യുതി ചോർത്തിയിട്ടുള്ള ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഈ മുളയുടെ ഒരു പോല് കണ്ടല്ലോ, അതിനോട് ചേർത്ത് ആ വൈദ്യുതി കമ്പിയിൽ നിന്നും ഒരു ചെറിയ കമ്പി വഴി ഒരു വയർ വഴി വൈദ്യുതി ചോർത്തുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിന്നാണ് വൈദ്യുതി ചോർത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം തന്നെ നമുക്ക് കേബിൾ വഴി ആണ് കറണ്ട് കടന്നു പോകുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ 2 ലൈനിൽ നിന്ന് അവിടേക്ക് പോകുന്ന ലൈനിലാണ് ഈ വൈദ്യുതി മോഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് വൈദ്യുതി നിയമവിരുദ്ധമായിട്ട് ചോർത്തുന്നതിൻ്റെ സാഹചര്യം കാണുന്നത്. ഇവിടെ ഒരു മുളയുടെ വടി മുളങ്കോലിൽ ഒരു കമ്പി കെട്ടിവെച്ച് അത് ഈ ഒരു കമ്പിയിൽ ഉടക്കിയിട്ടാണ് വൈദ്യുതി ചോർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി ആര് കടന്നു പോയാലും ഈ ഒരു അപകടം സംഭവിക്കും. അതായത് രാത്രി സമയത്ത് ആണ് ഈ ഒരു തരത്തിലുള്ള വൈദ്യുതി. അനുമോദ്, തീർച്ചയായും നമ്മൾ ഈ വൈദ്യുതി മോഷണത്തിന്റെ തെളിവുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പരസ്യമായ ഒരു വൈദ്യുതി മോഷണം നടന്നിട്ട് അറിഞ്ഞില്ലേ KSEB? നടപടിയെടുത്തില്ലേ ഇതുവരെ? എന്ത് മനസ്സിലാക്കണം?
ഭവ്യ, ഇവിടെ ഇത് രാത്രി എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ചേട്ടാ? ഇവിടെ ചേട്ടൻ ഇവിടുത്തെ തന്നെയാണോ? ഇല്ല, ഇതിപ്പോ എല്ലാ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇവിടെ ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട്? അറിയോ? അല്ല, ഇതിപ്പോ രാത്രി ആരൊക്കെ വന്നാൽ ആര് ഇതിനെ നടന്നാൽ അപകടത്തിൽപ്പെട്ടു? പിന്നെ അങ്ങനെ പെട്ടല്ലേ ഇപ്പൊ കുട്ടികള്. അതാ ഇപ്പൊ ആ കുട്ടികൾക്ക് അറിയാം. ഇപ്പൊ ആ ചെറിയ ഈ വള്ളത്തിലൊക്കെ ഇവിടെയൊക്കെ പരിചയമുള്ള കുട്ടികളാണ്. എന്നിട്ടാണ് ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതുവരെ മുളവടിമ്പില് കമ്പി കെട്ടിയിട്ട് ഇത് ആരെങ്കിലും അറിയോ? അല്ലെങ്കിൽ വല്ല ബോർഡൊക്കെ വല്ല കമ്പി ഇട്ടുകണ് വരണ്ടൊക്കെ ഇട്ടുകണ്. എന്നാലും ഇത് മോശിച്ചിട്ടല്ലേ. ഈ ലൈനാ ഇവിടൊക്കെ കേബിളാണ്, മെയിൻ ലൈന് കേബിളാണ്. ഇത് ഇവിടേക്ക് പോണ ലൈന് കടന്നു പോകുന്ന വഴി കൂടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കേബിളൊന്നും എന്തായാലും മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. കേബിളൊന്നും പറ്റില്ല. ഭവ്യ, ഇതില് KSB നടപടി എന്താവുന്നു എന്നുള്ള സംഭവം നമുക്ക് കുറച്ച് സമയം കൂടി വേണ്ടി വരും. കാരണം ഈ നേരം പുലർന്നിട്ടേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ മെയിനൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. നേരത്തെ പ്രദേശവാസികൾ പറഞ്ഞത് ഇവിടെ കറണ്ട് പോയി കിടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈദ്യുതി മോഷ്ടിച്ചവരാര് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് ഈ കൃത്യം കാരണം ഉണ്ടായ ഒരു ദുരന്തം, അതിൻ്റെ കാരണഭൂതർ എന്ന തരത്തിൽ വേണം, വൈദ്യുതി മോഷ്ടാക്കൾ എന്ന തരത്തിലല്ല നമുക്ക് ഇവരെ കാണേണ്ടത്. ഇതിപ്പോൾ ആര് ഈ വഴി രാത്രി കടന്നു പോയാലും അപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വലിയ മുളവടി വെച്ച് ഒരു കമ്പി മുകളിലേക്ക് കറണ്ട് കടന്നു പോകുന്ന ലൈനിലേക്കിട്ട് ആ കമ്പിയിലൂടെ വൈദ്യുതി ഈ തോടിന് മുകളിലൂടെ ഒരു കമ്പിയിട്ട് അതുവഴി കടന്നു പോകുന്ന ജീവികളെ ഷോക്കടിപ്പിച്ച് കൊന്ന് പിടികൂടുക എന്നുള്ളതാണ് ഈ ഒരു നായാട്ട് സംഘത്തിൻ്റെ രീതി എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആര് ഈ വഴി കടന്നുപോയാലും രാത്രി അപകട സാധ്യതയുണ്ട്. ഇതൊരു രാത്രികാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മഴ കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. കാരണം അത്ര മുളങ്കാടുകളാണ് ഇവിടെ ഉള്ളത്, മുളയും ഇതൊക്കെ ഉള്ള കാടാണ്. അപ്പോൾ വൈദ്യുതി രാത്രി മഴയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അപകട സാധ്യത വളരെ അധികമാണ്. ഇവിടെ 90% കേബിളിലേക്ക് മാറ്റി എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ശേഷിക്കുന്ന 2 ലൈനാണുള്ളത്, ഒരു ലൈനാണുള്ളത്. ആ ലൈനിൽ നിന്നാണ് ഈ ഒരു സംഘം ഈ ഒരു കൃത്യം ചെയ്തവർ ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ചിട്ടുള്ളത്. എന്നാണെങ്കിൽ ഇത് കൃഷി സംരക്ഷിക്കാൻ വേണ്ടി കർഷകർ ചെയ്തതല്ല, മറിച്ച് ഈ ഒരു പ്രദേശത്ത് വിഹരിക്കുന്ന കാട്ടുപന്നികളെ ഷോക്കടിപ്പിച്ച് കൊന്ന് അത് ഒരുപക്ഷെ കച്ചവടം ചെയ്യാനും മറ്റും എടുക്കുന്ന തരത്തിൽ തന്നെ വേണം ഈ കാണുവാൻ. കാരണം കൃഷി സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള വൈദ്യുതി വേലികൾ ഇത്തരത്തിലല്ല നിർമ്മിക്കുന്നത്. അതിന് കൃത്യമായ ചട്ടങ്ങളുണ്ട്, സർക്കാരിൻ്റെ അനുമതി വേണം. മാത്രമല്ല അത്തരത്തിലൊരു വേലിയും നമ്മൾ ഈ പ്രദേശത്ത് എവിടെയും കാണുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കൃത്യമായ നായാട്ട് സംഘത്തിൻ്റെ അല്ലെങ്കിൽ കാട്ടുപന്നികളെ ഷോക്കടിപ്പിച്ച് കൊന്ന് പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ഒരു 15-കാരൻ്റെ ജീവൻ എടുത്തത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിവിടെ കാണുന്ന ഈ വൈദ്യുതി മോഷ്ടിച്ചതിൻ്റെ അടയാളമായി നിൽക്കുന്നത്. ഭവ്യ, ശരി, ഞാൻ വരാം. ഇപ്പോൾ വനമന്ത്രി മാധ്യമങ്ങളെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാടും അവരിനിയെങ്കിലും ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കുറ്റവും വനംവകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ ഒരു സംഭവം ഒരു പാഠമായി തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടികൾ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. ഈ അവസരം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് ഇതിലൊരു സംശയം, സംഭവത്തെക്കുറിച്ച് സംശയം ഉണ്ടെന്നാണോ വനമന്ത്രി പറയുന്നത്? അതെ, വീട്ടുകാരൻ അറിയില്ല എന്ന് പറയുന്നു, വൈദ്യുതി വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, കണക്ഷന് വേണ്ടി അവർ അപേക്ഷിച്ചില്ല എന്ന് പറയുന്നു. വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്യജീവികളെ പിടികൂടാൻ വൈദ്യുതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കേന്ദ്ര നിയമം തന്നെ നിലവിലുണ്ട്. ആ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് അറിയാത്തവരല്ല ഇത് ചെയ്തിട്ടുള്ളതെന്ന ഒരു ധാരണയാണ് ഇപ്പോൾ ആ പ്രദേശത്തുള്ള വ്യാപകമായ ചർച്ച. അപ്പോൾ തീർച്ചയായും ഗവൺമെന്റ് അത് പരിശോധിക്കും. ശരി, വനം മന്ത്രിയുടെ പ്രതികരണമാണ് കേട്ടത്. KSBക്ക് അറിയില്ല, വനം വകുപ്പിന് അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതിനൊക്കെ മറുപടി പറഞ്ഞേ മതിയാകൂ. ഒരു 15 വയസ്സുകാരൻ്റെ എന്ത് കാരണങ്ങൾ പറഞ്ഞാലും ഒരു 15 വയസ്സുകാരൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്, അവൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അറ്റത് എന്നുള്ള ഏറെ വേദനിപ്പിക്കുന്ന ഒരു ഭാഗം അതിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. എന്തായാലും കർഷകർ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് കടന്നതിൻ്റെ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. VV അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട്.
അരുൺ, എന്തായാലും ഇനിയുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഈ വിഷയം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ നമ്മൾ അതിന്റെ സൂചനകൾ കണ്ടതാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് UDFും BJPയും കടന്നു നമ്മൾ കണ്ടതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം മരണമാണ് നടന്നതെന്ന് എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു UDF. അപ്പോൾ സ്വാഭാവികം ഇനിയുള്ള ദിവസങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് നിലമ്പൂരിലെ വന്യജീവി വിഷയം തന്നെയായിരിക്കും. ഈ 15-കാരൻ മരണം തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഈ മറ്റൊരു വിഷയം ഉണ്ടാകുന്നതുവരെയെങ്കിലും ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉറപ്പാണ്. കാരണം ഇത് ജനങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വിഷയമാണ്, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഈ ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജിത്തുവിന് കൂടെ ഉണ്ടായിരുന്ന ഷാനു എന്ന കുട്ടിയുടെ കുടുംബമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ എപ്പോഴും പകൽ പോലും ആനയും മറ്റും ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അത്രയധികം മറ്റു വഴികളില്ലാത്തതുകൊണ്ട് അവിടെ ജീവിക്കുന്നവരാണ് തങ്ങളെന്ന ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ട്. അവരുടെ 8 മണിക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടേക്കും. അല്ലാത്തൊരവസ്ഥയിലാണ് കുടുംബം. കാരണം ഈ ഷാനുവും തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ്. ഷാനു +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പഠനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുട്ടിയാണ്. അവർ ഫുട്ബോൾ കളിച്ചിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ മീൻ പിടിക്കാൻ പോവുക അവിടെ ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. അത് വലിയ ഒരു ഞെട്ടലാണ് കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പട്ടാപ്പകൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത പ്രദേശത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ദുരവസ്ഥയാണിത് വ്യക്തമാക്കുന്നത്. എന്ത് കാരണത്താൽ അവിടെ കെണിവെച്ചു എന്നുള്ളതൊക്കെ പിന്നീട് മാത്രം വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2 കുട്ടികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. അവരുടെ അവസ്ഥ, ഒപ്പമുള്ള ഒരു കുട്ടി മരിക്കുമ്പോൾ സ്വാഭാവികം അവർക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം. അതുതന്നെയാണ് ഡോക്ടർമാരും ഇവരുടെ കുടുംബത്തോട്, ഷാനുവിൻ്റെ കുടുംബത്തോടൊക്കെ പറഞ്ഞത്. അവരുടെ ആരോഗ്യനിലയിൽ ശാരീരികാരോഗ്യത്തിൻ്റെ കാര്യമായ പ്രശ്നമില്ല. ഷാനുവിൻ്റെ കാലിൽ ചെറിയൊരു പൊള്ളൽ മാത്രമാണ് ഉള്ളത്. ഫുട്ബോൾ കളിക്കാൻ പോയ വ്യക്തിയാണ് ഷാനുവിനെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതും. പക്ഷേ ഈ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക ആഘാതം കൂടിയുണ്ട്, ആ കുടുംബങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നമുണ്ട്, മരിച്ച കുട്ടിയുടെ കുടുംബത്തിൻ്റെ ഉണ്ടാകുന്ന ഒരിക്കലും മാറാത്ത വേദനയുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ വിഷമമായി മാറുന്നത്. അവർക്കതൊരു നിരന്തരമെന്ന സംഭവം, എന്നതുപോലുള്ള സംഭവമായി മാറുകയാണ്. ഒന്നുകിൽ ആന അല്ലെങ്കിൽ പന്നി, കടുവയിറങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അങ്ങനെ ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കയറുന്നത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അവർക്ക് വലിയ ദുരിതമായി മാറുകയാണ്. നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ പലയിടത്തും. നേരത്തെ തന്നെ നിലമ്പൂരിൽ ഇവിടുത്തെ MLA ആയിരുന്ന PV അൻവർ വിഷയം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് മലയോര ജാഥയൊക്കെ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDFിൻ്റെ ജാഥയുണ്ടായിരുന്നു, അത് കോൺഗ്രസിൻ്റെ ജാഥയുണ്ടായിരുന്നു. EP ജയരാജൻ നേതൃത്വം നൽകി CPMും ഈ മലയോര മേഖലയിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ജാഥ നടത്തിയിരുന്നു. കാട്ടിലിറങ്ങുന്ന ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി തന്നെ വേണം. അത് കാട്ടുപന്നിയെ മാത്രമല്ല, ഏത് മൃഗമായാലും അതിനെ കൊല്ലാനുള്ള അനുമതി വേണമെന്ന ആവശ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. നിയമങ്ങൾ തടസ്സമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. നിയമം മാറ്റിയെഴുതണമെന്ന് സംസ്ഥാനം ആലോചിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭാ യോഗം തന്നെ അത്തരമൊരു തീരുമാനം വേണം, അതിനുള്ള നിയമോപദേശത്തിനുള്ള തീരുമാനമെടുത്തിരുന്നു. വനം വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെ സംസ്ഥാനവും അത്തരത്തിൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഇത്തരം ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മലയോര മേഖല ജനത അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാണ്. ആ ഭീതി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിലും അത് പ്രതിഫലിക്കേണ്ട സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും ഈ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഇത് സർക്കാരിൻ്റെ നേരിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന വിഷയമല്ല, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. ഇത്തരത്തിൽ KCBയുടെ വൈദ്യുതി അനധികൃതമായി ചോർത്തിയിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. KCBയാണ് പ്രധാനമായും ഇവിടെ ഇന്നലെ മുതൽ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിൻ്റെ രാഷ്ട്രീയ സാധ്യത പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മറുവശത്ത് അപകടങ്ങളെപ്പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷമെന്ന വിമർശനമാണ് CPMും ഇടതു മുന്നണിയും ഉന്നയിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ, ഈ അവസരങ്ങൾ, അതായത് ഈ രാഷ്ട്രീയ അവസരം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അപകടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണമുണ്ടാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ ഇത് നിൽക്കുകയാണ്. അത് തിരഞ്ഞെടുപ്പിലും പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്ന് ഉറപ്പാണ്. ശരി, ഞാൻ അരുണിലേക്ക് വരാം. ഫുട്ബോൾ കളിച്ചിട്ട് വരുന്നതിനിടെ അപകടമെന്ന് മരിച്ച അനന്തുവിനൊപ്പമുണ്ടായിരുന്ന ഷാനു മീൻ പിടിക്കാൻ പോയതല്ല. ഷാനുവിന്റെ കാലിൽ പൊള്ളലുണ്ട്. ആരോഗ്യനില തൃപ്തികരമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അവിടെ പറഞ്ഞാൽ ചെറുക്കിന് താഴെ പറയാം, അങ്ങനെ വീടുകളുണ്ട്. കുറഞ്ഞ അവിടെ ഇവിടെയൊക്കെ വീടാണ്. പിന്നെ തോട്ടങ്ങളാണ്. പിന്നെ ഭയങ്കര കാട്ടുമൃഗങ്ങൾ
ഉള്ള പ്രദേശമാണ്. നിലമ്പൂരിൽ വികസനം ചർച്ചയാക്കി ഇടതുമുന്നണി. വികസന ചർച്ചകൾക്ക് കോൺഗ്രസിന് ഭയമെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. LDFും UDFും വികസന വിരുദ്ധരെന്നാണ് BJPയുടെ പ്രചരണം. 16-ാം തീയതി പ്രിയങ്കാഗാന്ധി പ്രചരണത്തിനെത്തും. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 13 മുതൽ 3 ദിവസവും മണ്ഡലത്തിൽ ഉണ്ടാകും. അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എന്തായാലും ഇനി 10 ദിവസങ്ങൾ മാത്രമേ പ്രചാരണത്തിലുള്ളൂ. അവസാന 10 ദിവസത്തിലേക്ക് നിലമ്പൂർ പ്രചാരണം എത്തുകയാണ്. ഈ ദിവസം വരെ കൃത്യമായി ഏത് വിഷയത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് മുന്നണികൾക്ക് അറിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രമാത്രം ഇതുവരെ നടന്ന സംഭവങ്ങൾ തന്നെയാണ്, പഴയ വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രധാനമായും നമ്മൾ അല്പസമയം മുൻപ് പറഞ്ഞ വന്യമൃഗ ഭീഷണിയടക്കം 15-കാരൻ മരിച്ചതടക്കം വലിയ വിഷയമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം 13-ാം തീയതി മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ ചിത്രം മാറും. വികസനം ആയുധമാക്കാൻ, വികസനം ചർച്ചയാക്കാൻ ഇടതുമുന്നണി ഒരുങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെ, എന്താണ് നിലമ്പൂരിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും നിലമ്പൂരിൽ വികസനം ചർച്ചയാക്കണമെന്ന ആവശ്യമാണ് എന്ന നിലപാടാണ് ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്. സർക്കാർ ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്തെ വലിയ വികസന പ്രവൃത്തികളാണ്. അത് ചർച്ചയാക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് മടിക്കുന്നു, എന്തുകൊണ്ട് ധൈര്യം കാട്ടുന്നില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിക്കുന്നത്. മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹവും ഈ വിഷയം നമ്മോട് സംസാരിക്കുമ്പോൾ ഉയർത്തി കാട്ടുന്നുണ്ട്. മാത്രമല്ല ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകണം. അതാണ് ഇടതുമുന്നണിയുടെ ആഗ്രഹം. വികസനം ചർച്ചയാൽ ഇടതുമുന്നണിക്കൊപ്പം ജനങ്ങൾ നിൽക്കുന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. എന്നാൽ കോൺഗ്രസ് തുടക്കം മുതൽ ഈ മലപ്പുറത്തോടുള്ള CPMന്റെ സമീപനമാണ്. അത് കാലാകാലങ്ങളായി CPM മലപ്പുറത്തെ അവഹേളിക്കുന്നു, അവഗണിക്കുന്നു എന്ന പരാതിയാണ് കോൺഗ്രസിനുള്ളത്. അതുതന്നെയാണ് അവർ ഉയർത്തുന്നത്. വികസന ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കണമെന്നൊരു ആവശ്യം CPM മുന്നോട്ട് വയ്ക്കുന്നെങ്കിലും അവർ പൂർണ്ണമായും അതിലേക്ക് എത്തിയിട്ടില്ല. BJPയും വികസനം തന്നെയാണ് പറയുന്നത്. BJP ജയിച്ചാൽ മാത്രമേ വികസനം സാധ്യമാകൂ, മറ്റ് രണ്ട് മുന്നണികൾക്കും അത് കഴിയില്ല എന്നാണ് അവരുടെ നിലപാടും അവരുടെ പ്രചരണ രീതിയും അതുതന്നെയാണ്. പക്ഷേ ഈ വികസന ചർച്ചകൾ എത്രത്തോളം ഇനി മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ച ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു, വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയവും ഈ മലപ്പുറത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. വലിയ ശക്തമായ വിഷയമായത് ഓരോ നിമിഷവും മാറുകയാണ്. വികസന ചർച്ചകൾ സ്വാഭാവികമായ ഒരു വശത്ത് നടക്കുന്നുണ്ട്. നിലമ്പൂരിലെ വികസന സാധ്യതകൾ, നിലമ്പൂരിനോട് കഴിഞ്ഞ 9 വർഷം ഇവിടെ MLA എന്ന PV അൻവറിന്റെ കാലത്ത് ഇടതുമുന്നണി ചെയ്ത കാര്യങ്ങൾ, ചെയ്യാതെ പോയ കാര്യങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. നിലമ്പൂർ ബൈപ്പാസ് വികസനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ വികസന രംഗത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഏതാണ് ഇനി CPM ആഗ്രഹിക്കുന്ന, ഇടതുമുന്നണി ആഗ്രഹിക്കുന്ന വികസനം ചർച്ച ചെയ്യാൻ തന്നെയാണ്. പക്ഷേ അത്ര എളുപ്പം അതിലേക്ക് വരാൻ കോൺഗ്രസും BJPയും ആ രീതിയിൽ തയ്യാറായിക്കില്ല. കാരണം മറ്റു വിഷയങ്ങൾ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന മറ്റു വിഷയങ്ങൾ കൂടി ഇവിടെയുണ്ട്. ദേശീയപാത വികസനം വലിയ ചർച്ചയായി നേരത്തെ തന്നെ ഉള്ളതാണ്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും CPM കേന്ദ്രങ്ങൾ, അത് CPMന്റെ നേതാക്കളും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവകാശപ്പെടുന്നത്. സമയബന്ധിത പൂർത്തിയാകുന്ന ഉറപ്പ് കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. 13-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. 2ാം റൗണ്ടിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹത്തിന് ഒരു പൊതുയോഗമുണ്ടാകും. അവിടെ കൃത്യമായി ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കപ്പെടും. എന്താണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ക്ഷേമ വികസന പദ്ധതികളിൽ സർക്കാർ മുന്നോട്ട് പോക്ക്, എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഈ നിലമ്പൂർ ജനതയ്ക്ക് മുഖ്യമന്ത്രി നൽകുമെന്നത് കണ്ടറിയണം. പ്രതിപക്ഷത്തിന് കോൺഗ്രസ് ക്യാമ്പിന്, UDF ക്യാമ്പിന് വലിയ ആവേശമുണ്ടാക്കിക്കൊണ്ട് പ്രിയങ്കാഗാന്ധി വയനാട് MP 14-ാം തീയതി ഇവിടെ എത്തുന്നുണ്ട്. പ്രിയങ്ക വരുന്നതോടുകൂടി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനും UDFനുമുണ്ട്. പ്രിയങ്ക ഗാന്ധിയോട് വയനാട്ടുകാർക്ക്, നിലമ്പൂരുകാർക്ക് കൂടെ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അത് വോട്ടായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റമാണ് ഇവിടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ UDFനുണ്ടായത്. അത് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി നിയമസഭയിലും അത്തരമൊരു അനുകൂല സാഹചര്യമായി മാറുമെന്നാണ് കോൺഗ്രസിൻ്റെ UDFന്റെ പ്രതീക്ഷ. BJPയും ഇന്നലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കളെ ഇവിടെ പ്രചരണത്തിന് എത്തിച്ചിരുന്നു. വളരെ കീ വോട്ടർമാരെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ട് ഉറപ്പുള്ള മേഖലകളിൽ ചെന്ന് അവിടെ ആ വോട്ട് ഉറപ്പിക്കുകയാണ് BJP പ്രധാനമായും ചെയ്യുന്നത്. 10,000-ന് മുകളിലേക്കെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് BJPക്ക് ഈ ഘട്ടത്തിലുള്ളത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കാനും മറ്റ് ക്രൈസ്തവ മേഖലയിലെ ആളുകളുമായൊക്കെ കൂടിക്കാഴ്ച നടത്താനുമൊക്കെ BJP നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിൽ വിഷയങ്ങൾ മാറിമറിയുമെന്ന് ഉറപ്പാണ്. പ്രചരണം അതിൻ്റെ എല്ലാ
ആവേശത്തിലേക്കും തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറുമെന്നും ഉറപ്പാണ് ഭവ്യ. ശരി, നദീവി അരുണാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ദേശീയപാതയുടെ കാര്യത്തിൽ കാലന്റെ പണിയാണ് UDF-നെന്ന് മുഹമ്മദ് റിയാസ്. കാലന്റെ പണിയെടുക്കുന്നവരെ ജനങ്ങൾ അംഗീകരിക്കില്ല. ദേശീയപാത പൂർത്തീകരിച്ചാൽ LDF-ന് നേട്ടമാകുമെന്ന് UDF ഭയക്കുന്നു. ഇതിനെതിർത്താലുള്ള സീറ്റുകൾ കൂടി കോൺഗ്രസിന് നഷ്ടമാക്കും. ദേശീയപാത നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാകുമെന്നും റിയാസ് ന്യൂസ് 18-നോട്. UDF 2011-16 കാലഘട്ടത്തിൽ ഗ്രൂപ്പ് കളിച്ച് തമ്മിലടിച്ച് ഇതൊന്നും നോക്കാതെ നിലപാട് സ്വീകരിച്ചതിന് പിഴയടക്കലായിരുന്നു ഇത്. ആ ഫണ്ട് അടച്ചു, ഭൂമി ഏറ്റെടുക്കൽ മുന്നോട്ട് പോയി, എന്തൊക്കെ സമരം നടത്തിയ പൊളിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സമരം. ഇപ്പോൾ ദേശീയപാത വരുന്നതിനിങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത്? എവിടെയെങ്കിലും നിർമ്മാണത്തിൽ അപാകത ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചത് പരിശോധിക്കാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് അതിൽ പരിഹാരം കാണാൻ പറയാം. അതിന് പകരം ഇത് സമ്മതിക്കില്ല, ഇത് അനുവദിക്കില്ല എന്നൊക്കെ നിലപാടെടുത്താൽ അത് ദേശീയപാതയുടെ കാലൻ്റെ പണിയാണ്. ആ കാലം പണി എടുക്കുന്ന ആരെയും ജനങ്ങൾ ഒരു തരത്തിൽ അംഗീകരിക്കില്ല. അതൊരു വസ്തുതയാണ്. മലപ്പുറം ജില്ലയ്ക്കെതിരെ നിലപാടെടുത്തവരാണ് കോൺഗ്രസ് എന്ന മുഹമ്മദ് റിയാസ്. മതവർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. വികസന രംഗത്ത് സംസ്ഥാനത്തെ മാറ്റങ്ങൾ അത്ഭുതകരം. നിലമ്പൂരിലും ജനങ്ങൾക്കതറിയാമെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത് സഖാവ് EMS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ്. പിന്നീട് അങ്ങോട്ട് മാറി ഭരിച്ച ഇടതുപക്ഷ സർക്കാരുകൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നടത്തിയ ഓരോ വികസന പ്രവർത്തനവും ഞാൻ എടുത്തു പറയേണ്ടതില്ല. ഇപ്പോൾ ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. പക്ഷേ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, മതവർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടത്തുക, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ UDF പയറ്റുന്ന രീതി. റീൽസ് നിരോധിക്കണമെന്ന അഭിപ്രായം UDF-നുണ്ടോ എന്ന് മുഹമ്മദ് റിയാസ്. ഏറ്റവും കൂടുതൽ റീലിട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. രാവിലെ മുതൽ രാത്രി വരെ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണ് റീൽസിനെ എതിർക്കുന്നതെന്നും റിയാസ്. ഈ റീൽ എന്ന് പറഞ്ഞാൽ എന്തോ നിരോധിക്കപ്പെടേണ്ട ഒരു സംവിധാനമാണെന്നാണ് ചിലരുടെ സംസാരം കേട്ടാൽ തോന്നുക. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും മറ്റ് അക്കൗണ്ടുകളൊക്കെ എടുത്തു നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റീൽ ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. ഞാൻ അതിന് അദ്ദേഹത്തെ കുറ്റം പറയില്ല. പഴയ കാലത്ത് റീൽസ് സംവിധാനമില്ല. പുതിയ കാലത്തെ സംവിധാനത്തെ അദ്ദേഹം ഉപയോഗിക്കുന്നു. ഇതിനെതിരെ വിമർശനം നടത്തുന്ന പല നേതാക്കന്മാരും സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരാണ്. ഞാൻ ആരെയും പേര് പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ സഹായകരമായ സമീപനം സ്വീകരിക്കാറില്ല. ഇത് ഞാൻ പറയുന്നത് എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഞങ്ങൾ കാണുന്ന പല സാധ്യതകളിൽ ഒരു സാധ്യതയാണ് സോഷ്യൽ മീഡിയ.